ഹമാസുകാർ പറയുന്നത്, ഈ പറയുന്ന ഹമാസുകാർ ടണലിൽ നിന്നൊക്കെ പുറത്തു വന്നിട്ട് ഇവരൊന്നും പറയുന്നത് അവിടെയുള്ള ആൾക്കാർ കേൾക്കുന്നില്ല. കാരണം അവൻ്റെ ലൈഫ് ഇത്രയും ദുരിതവും ദുരന്തമാക്കി മാറ്റി. എന്ത് നേട്ടമാണ് കൊയ്തത്? ചോദ്യം സിമ്പിളല്ല. എന്ത് നേട്ടമാണ് ഈ 2 വർഷം കൊണ്ട് ഇത്രയും പേരെ ഇസ്രായേലിൽ പോയി ചെയ്തിട്ട് ഇവർ പറഞ്ഞ് ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടും, ഇപ്പം എന്നും പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ചെയ്യുന്നത്? ഇതാണ് ഇത്രയും നാളും പിടിച്ചു നിർത്തി പോയത്. ഇവർ ചോദിക്കുന്നത് എന്താ അതിൻ്റെ അകത്ത് ഇത്രയും കിട്ടിയത്? ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുക, അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാകാം. ഈ റബിൾസ്, അതായത് അവിടെ കെട്ടിടത്തിൻ്റെ അതിൻ്റെ അകത്ത് ഏകദേശം 10,000-15,000 പേരും ആളുകളുടെ ഡെഡ് ബോഡി അകത്ത് കിടക്കും. അതിനെപ്പറ്റി വേറൊരു വീഡിയോ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തീവ്രവാദ പ്രവർത്തനം, അതായത് ടോക്സിൽ കൂടെ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഈ ഹമാസും ഇസ്രായേലുമായിട്ടുള്ള എൻഡ് ഓഫ് ദി ഡേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹമാസിൻ്റെ എത്ര ലീഡേഴ്സ് ഉണ്ട്, ഇവരെല്ലാം തീർന്നുപോയി. ഇപ്പം ഇവരെന്തൊക്കെയാണ് പറഞ്ഞ അവരൊന്നും ഇല്ല ഇന്ന് ജീവിതത്തിൽ. അവരൊന്നും ജീവനോടിരിപ്പില്ല. ഹമാസിൻ്റെ പല ലീഡേഴ്സും ഈ പബ്ലിക്കുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന അവരുടെയൊക്കെ പ്രിയങ്കരായ പല നേതാക്കന്മാരും ജീവനോടില്ല. ഇപ്പോൾ പുതിയ നേതാക്കൾക്ക് എന്ത് പറയാൻ പറ്റും? എന്താണ് അച്ചീവ് ചെയ്തത്?